നിങ്ങൾ കാത്തിരിക്കുമ്പോൾ സമയം മന്ദഗതിയിലാണ്. നിങ്ങൾ വൈകുമ്പോൾ സമയം വേഗത്തിലാണ്. നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ സമയം മാരകമാണ്. നിങ്ങൾ സന്തോഷവാനായി ഇരിക്കുമ്പോൾ സമയം കുറവാണ്. നിങ്ങൾ വേദനിക്കുമ്പോൾ സമയം അനന്തമാണ്. നിങ്ങൾക്ക് വിരസത അനുഭവപ്പെടുമ്പോൾ സമയം വളരെ നീണ്ടതാണ്. ഓരോ തവണയും സമയവും നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളാലും മാനസികാവസ്ഥകളാലുമാണ്, അല്ലാതെ ഗ്രൂപ്പുകളല്ല. അതിനാൽ എപ്പോഴും നല്ല സമയം ആസ്വദിക്കൂ. പറഞ്ഞതോ അറിഞ്ഞതോ അല്ല, അനുഭവിച്ച കാര്യങ്ങളാണ് ഒരാളെക്കുറിച്ചുള്ള ബോധ്യത്തിന് വഴി തെളിയിക്കുന്നത്. അല്ലെങ്കിലും മറ്റുള്ളവരുടെ മുൻപിലും സംസാരത്തിലും അഭിനയിക്കാൻ പലർക്കും കഴിയും. ജീവിതത്തിൽ അതിന് കഴിഞ്ഞെന്നു വരില്ല. എത്രത്തോളം നുണ പറഞ്ഞാലും എന്തൊക്കെ മറച്ചുവെച്ചാലും അതൊക്കെ മറനീക്കി പുറത്തുവരുന്ന സമയമുണ്ട്. ആ സമയമാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുകയും ചെയ്യുന്നത്. തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട. എല്ലാം കാലം അതിൻ്റെ കാലകാലങ്ങളിൽ നിരപരാധിത്വം തെളിയിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾ എന്താണ് പറഞ്ഞത് അതിന് നിങ്ങൾ ഉത്തരവാദിയാണ്. എന്നാൽ അവർ എന്താണ് മനസ്സിലാക്കിയത് എന്നതിന് നിങ്ങൾ ഉത്തരവാദിയല്ല. നിനക്കെന്തു ചെയ്യാൻ കഴിയില്ലെന്ന് നിനക്ക് തോന്നുന്നു, അത് തന്നെ നീ ചെയ്യണം. ചിലപ്പോൾ തോറ്റുപോയി എന്ന് വരും. പക്ഷേ അപ്പോഴും നിനക്ക് അഭിമാനത്തോടെ പറയാം, ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റുന്ന പരിചയമോ ഒന്നുമല്ല. അത് മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ്. നമ്മളെ കേൾക്കുന്നവരോട് ആണ് നമ്മൾ സംസാരിക്കേണ്ടത്. അവരതിന് വേണ്ട പരിഗണനയും തരും. അല്ലാത്തവരോടൊന്നും സംസാരിക്കാൻ നിൽക്കരുത്. ഒന്ന് നിർത്തൂ എന്ന് പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ നല്ലത് അവരോടൊന്നും പറയാതിരിക്കുന്നതാണ്. ആളുകളെ അറിഞ്ഞതിനു ശേഷം സംസാരിക്കുക, അല്ലെങ്കിൽ അവഗണന ഏറ്റുവാങ്ങേണ്ടി വരും. ചില വേദനകൾ പുറത്തു പറയരുത്. അത്രമേൽ ആഴത്തിൽ സ്നേഹിക്കുന്നവരോട് പോലും. തകർന്നു പുറത്തേക്ക് തെറിക്കുന്ന രക്തത്തുള്ളികൾ അവരറിയാതെ തന്നെ തുടച്ചു മാറ്റണം. ആരും അറിയണ്ട, ആരാരും കേൾക്കണ്ട. എല്ലാം നമ്മുടേത് മാത്രമായ വിഷമങ്ങളായി തന്നെ നിലനിന്നു പോകണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വലിച്ചെറിഞ്ഞവരിലേക്ക് വീണ്ടും വലിഞ്ഞു കയറി ചെല്ലരുത്. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചവരിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കും അരുത്. അവഗണിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും നമ്മുടെ സ്നേഹത്തിന് വിലയില്ലാത്തിടത്താണ്. അളന്ന് തിരഞ്ഞെടുത്ത സ്നേഹം കൈപ്പറ്റാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അറിഞ്ഞു തരുന്ന സ്നേഹത്തിന് പരിധികൾ ഉണ്ടാകില്ല. പങ്കുപറ്റാൻ ഒരുപാട് ആളുകളുമുണ്ടാകില്ല. പറ്റിക്കുകയാണെന്നറിഞ്ഞിട്ടും പറ്റിച്ചേർന്നു നിൽക്കുന്ന മനുഷ്യരില്ലേ? പഴയതൊക്കെ മറന്ന് ഇനിയും പറ്റിക്കപ്പെടില്ല എന്ന് വിശ്വസിച്ച മനുഷ്യർ. ഒരുപാട് ആഴത്തിൽ വേദനിപ്പിച്ചിട്ടും അതിനേക്കാൾ ആഴത്തിൽ സ്നേഹിച്ച മനുഷ്യർ. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും ജയിച്ചെന്ന് കരുതരുത്. അങ്ങനെയുള്ള തോന്നലുകൾ പോലും ആ മനുഷ്യരുടെ ദക്ഷിണയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.